പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ രാജത്വ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. ആരാധനാക്രമ വത്സരത്തിലെ അവസാനത്തെ ഞായറാഴ്ച രാജത്വ തിരുനാൾ ആഘോഷിക്കുന്നത് അർത്ഥപൂർണമാണ്. കാരണം മിശിഹ സകലത്തിൻ്റെയും രാജാവായി അവരോധിക്കപ്പെടുന്നു. എല്ലാം അവിടുത്തെ ഭരണത്തിൻ കീഴിലായി. നാം നിത്യവും പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ രാജ്യം വരയണമേ എന്ന പ്രാർത്ഥനയുടെ സാക്ഷാത്കാരമാണ് മിശിഹായുടെ രാജത്വം എന്ന് നമുക്കറിയാം. ഏദേൻ തോട്ടത്തിൽ ആദിമാതാപിതാക്കളെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യകുലത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവം രാജാവും മനുഷ്യർ അവിടുത്തെ ഹിതം അന്വേഷിച്ച് നടപ്പിലാക്കുന്നവരുമായി ജീവിക്കുന്ന ഒരു ദൈവീക ഭരണക്രമമായിരുന്നു. എന്നാൽ മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥതയിലൂടെ ദൈവത്തിൻ്റെ രാജത്വത്തെ വെല്ലുവിളിച്ചപ്പോഴാണ് ആദ്യത്തെ പാപമുണ്ടായത്. ദൈവം പറഞ്ഞത് അനുസരിക്കാനുള്ള വൈമുഖ്യം മനുഷ്യനെ പാപത്തിൻ്റെ കുഴിയിലേക്ക് നിപതിക്കാൻ ഇടവരുത്തി എന്ന് നമുക്കറിയാം. അതായത് ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വപ്നം ദൈവം രാജാവും മനുഷ്യർ അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയുമായിരുന്നു. എന്നാൽ മനുഷ്യനത് നഷ്ടപ്പെടുത്തി. ദൈവത്തോട് മറുതലിക്കുന്ന ജനതയുടെ പ്രതികരണം നാം സാമുവേലിൻ്റെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. തങ്ങൾക്കൊരു രാജാവിനെ വേണം എന്ന് പറഞ്ഞ് ജനങ്ങൾ സാമുവേൽ പ്രവാചകൻ്റെ അടുക്കൽ കലാപവുമായി ചെല്ലുമ്പോൾ സങ്കടം പറയുന്ന സാമുവേലിനോട് ദൈവം തന്നെ പറയുന്നുണ്ട്, സാമുവേലെ, നിന്നെ അല്ല അവർ നിഷേധിച്ചത്, ഞാനെന്ന രാജാവിനെയാണ് അവർ നിഷേധിച്ചത്. ദൈവം അവർക്ക് രാജാവായി ഉണ്ട് എന്ന അവബോധം നഷ്ടപ്പെട്ടൊരു ജനതയാണിത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള രാജാവിനെ കൊടുത്തേക്കൂ. പക്ഷെ ആ രാജാക്കന്മാർ ചെയ്യാൻ പോകുന്ന അതിക്രമങ്ങൾ, അന്യായങ്ങൾ, അഴിമതികൾ, അനാചാരങ്ങൾ ഒക്കെയും നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ദൈവമായ കർത്താവ് സാമുവേലിനോട് പറയുന്ന രംഗം സാമുവേലിൻ്റെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അതായത് 2 തരം രാജത്വത്തെക്കുറിച്ച് ബൈബിൾ സൂചിപ്പിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്ന്, ദൈവം സകലത്തിൻ്റെയും ഉടയവനും രാജാവുമാകുന്ന ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥിതി എന്ന്. എന്നാൽ ദൈവത്തോട് മറുതലിച്ച് സ്വയം രാജാവാകുന്ന ഒരു പൈശാചിക തിന്മയുടെ ദുഷ്ടതയുടെ അരൂപി പ്രവർത്തനനിരതമാകുന്ന ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയും രാജാവും ഉണ്ട്. ദൈവവും സാത്താനും തമ്മിലുള്ള സംഘർഷത്തിൽ സാത്താനെ പരാജയപ്പെടുത്തി ദൈവം നിത്യരാജാവായി വാഴും എന്ന വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് മിശിഹായുടെ രാജത്വ തിരുനാൾ എന്ന് നാം മനസ്സിലാക്കുക. ഈ രാജത്വ തിരുനാൾ രാജാവ് എന്ന സങ്കല്പത്തെ പുനർവായിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ദൈവം സകലത്തിൻ്റെയും അധികാരിയാണ്. അതേസമയം അവിടുന്ന് ഏറ്റവും വിനീതനാണ്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറയും, നീ ഉയരാവുന്നതിൻ്റെ പരമാവധി ഉയർന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നിനക്കുപരിയായി നോക്കെത്താത്ത ദൂരത്ത് ദൈവമുണ്ടാകും. നീ എളിമപ്പെടാവുന്നതിൻ്റെ പരമാവധി എളിമപ്പെട്ട് താഴ്ന്നു നിൽക്കുമ്പോൾ അതിനും താഴെ നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, മിശിഹായുടെ രാജത്വവും ഈ ഒരു വൈരുദ്ധ്യത്തെയാണ് പ്രകടമാക്കുക. അവിടുന്ന് രാജാവായത് കുരിശിനെ സിംഹാസനമാക്കിക്കൊണ്ടാണ്. അവിടുന്ന് രാജാവായത് മുൾക്കിരീടം ധരിച്ചുകൊണ്ടാണ്. അവിടുന്ന് രാജാവായത് ചെങ്കോലിന് പകരം ഞാങ്ങണ കയ്യിലേന്തിക്കൊണ്ടാണ്. അവിടുത്തേക്കുള്ള ആർപ്പുവിളികൾ അവനെ ക്രൂശിക്കുക എന്നുള്ളതാണ്. അവനുള്ള ആദരങ്ങളാവട്ടെ കരണത്തടിയും ചെമ്മട്ടി കൊണ്ടുള്ള അടിയുമായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. അവൻ്റെ രാജത്വം ഭൂമിയിലെ സകല രാജത്വങ്ങളെയും വെല്ലുവിളിക്കാൻ പര്യാപ്തമായൊരു രാജത്വമാണ്. മിശിഹായുടെ രാജത്വം
നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒന്നാമത്തെ സത്യം ഈ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ദൈവഹിതം എന്തോ അത് നടപ്പിലാക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറയുന്നവർക്ക് ഈശോമിശിഹായുടെ രാജ്യത്വത്തിൽ പ്രവേശനമുള്ളൂ എന്നതോർക്കുക. ആദാം ദൈവഹിതം നടപ്പിലാക്കാൻ വിസമ്മതിച്ചപ്പോൾ അവൻ ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. ദൈവരാജ്യം തടസ്സപ്പെട്ടു എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവഹിതം സമ്പൂർണമായി സ്വജീവൻ തന്നെ വിലയായി കൊടുത്ത് ഈശോമിശിഹ നടപ്പിലാക്കിയപ്പോൾ ദൈവം വീണ്ടും ഈ പ്രപഞ്ചത്തിൻ്റെ രാജാവായി മാറുന്നു. ആ ഒരു സത്യം പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയണം. അതായത് ജീവിതത്തിൻ്റെ നേട്ടമെന്ന് പറയുന്നത്, വിജയമെന്ന് പറയുന്നത്, ഔന്നത്യമെന്ന് പറയുന്നത് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം ഞാൻ നിറവേറ്റുമ്പോഴാണ്. അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും നിറവേറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. രാജത്വവും ദൈവഹിതവും തമ്മിലുള്ള പാരസ്പര്യമാണ് ഈശോയുടെ രാജത്വ തിരുനാളിൻ്റെ ഒന്നാമത്തെ സന്ദേശം. നാം ജീവിതത്തിൽ പരാജയപ്പെടുന്നുണ്ടോ? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച രാജകീയമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, ഞാൻ ദൈവഹിതം അന്വേഷിക്കുന്നില്ല, ദൈവഹിതം നടപ്പിലാക്കാൻ അധ്വാനിക്കുന്നില്ല. ദൈവഹിതം നടപ്പിലാക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും സന്തോഷവും എന്ന് ഞാൻ ഇതുവരെയും തിരിച്ചറിയുന്നുമില്ല. യേശുവിൻ്റെ രാജ്യത്വം ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കും. രണ്ടാമതായി, ഈശോമിശിഹായുടെ രാജ്യത്വം എന്ന് പറഞ്ഞാൽ അവന് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ അധികാരവും അവകാശവും കൊടുക്കാൻ നാം കടപ്പെട്ടവരാണ് എന്നാണ് അർത്ഥം. ഞാൻ എന്ത് ചെയ്താലും അത് അവൻ്റെ തിരുഹിതപ്രകാരമായിരിക്കണം. ഞാൻ പറയുന്നത് അത്രയും അവൻ്റെ വചനങ്ങളായിരിക്കണം. ഞാൻ നടപ്പിലാക്കുന്നത് അവൻ്റെ ഇഷ്ടങ്ങളായിരിക്കണം. അതായത് ഞാൻ എന്നെ തന്നെ സമ്പൂർണമായും കർത്താവിന് സമർപ്പിച്ചവനായിരിക്കണം. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന ഗത്സമനിയിലെ കർത്താവിൻ്റെ മനസ്സ് സ്വന്തമാക്കിയവന് മാത്രമേ ഈ രാജത്വത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കുകയുള്ളൂ. സ്വന്തമായ കർമ്മപദ്ധതികളും സ്വന്തമായ രാജ്യങ്ങളും സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ച് അതിൻ്റെ അധികാരിയാകാൻ വ്യഗ്രതപ്പെടുന്നവരാണ് മനുഷ്യർ. എന്നാൽ ക്രിസ്തു നമ്മെ വെല്ലുവിളിക്കുന്നത് അവൻ്റെ തിരുഹിതം നിറവേറ്റി അവന് സമ്പൂർണമായും സമർപ്പിക്കാൻ. പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുക ഈശോമിശിഹായുടെ രാജ്യത്വം അംഗീകരിച്ചവരുടെ പ്രത്യേകതയാണ് അമ്മയുടെ വാക്കുകളിൽ പ്രകടമാകുന്നത്. ദൈവത്തിൽ സന്തോഷിക്കാൻ, ദൈവം നടത്തുന്ന വഴികളിൽ സംതൃപ്തരാകാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ജീവിതത്തിൻ്റെ വിജയം എന്ന് ബോധ്യപ്പെടാൻ കഴിയുമ്പോൾ നാം ഈ രാജത്വ തിരുനാളിൻ്റെ നേർ അവകാശികളായിത്തീരുന്നുവെന്ന സത്യം ഓർക്കുക. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഈശോയുടെ രാജ്യത്വത്തിൽ നാം പാലിക്കേണ്ട ഒരു കൽപ്പനയുണ്ട്. രാജാവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണ് രാജ്യത്തിലെ പ്രജകൾ എന്ന് നമുക്കറിയാം. ഈശോയാകട്ടെ നമുക്കൊരേ ഒരു കൽപ്പനയെ തന്നുള്ളൂ. അതെന്താണ്? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹവിരുദ്ധമായ എല്ലാറ്റിനെയും ഒഴിവാക്കുന്നവന് അവകാശപ്പെട്ടതാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിലെ പങ്കാളിത്തം എന്ന സത്യം നാം തിരിച്ചറിയണം. അതായത് ദൈവഹിതം നിറവേറ്റുക, എൻ്റെ നിയന്ത്രണം പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക, അവിടുത്തെ തിരുവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടുത്തെ കൽപ്പനയായ സ്നേഹത്തിൻ്റെ കൽപ്പന അനുസരിക്കുക. അപ്രകാരം നാം ജീവിക്കുമ്പോൾ നാം ഓരോരുത്തരും ഈശോയുടെ രാജ്യത്വത്തിൻ്റെ പങ്കാളികളായിത്തീരും. ദൈവശാസ്ത്രജ്ഞനായ വാൽത്തസാർ പറയും, നാം എല്ലാം ഒരു ദൈവീക നാടകത്തിൻ്റെ, ഒരു തെയോ ഡ്രാമയുടെ ഭാഗമാണ്.
ഇതിൻ്റെ സംവിധായകർ നമ്മളല്ല, ഇതിൻ്റെ അഭിനേതാക്കൾ മാത്രമാണ്. ദൈവത്തിൻ്റെ ആ വലിയ രക്ഷാകര പദ്ധതിയെയാണ് അദ്ദേഹം തെയോഡ്രാമ അഥവാ ദൈവീക നാടകം എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരിക്കും പൂർണ്ണമായും നമുക്കെല്ലാം ഒന്നും ഇപ്പോൾ മനസ്സിലാകുന്നില്ല എന്നുള്ളത് സത്യം. പക്ഷേ ദൈവം എല്ലാം അറിയുന്നു, അവിടുന്ന് ചെയ്യുന്നതൊക്കെയും സത്യമാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ കുരിശിൽ മൂന്നാണികളിൽ പിടയുമ്പോഴും പിതാവേ അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു മകൻ്റെ മനസ്സാണ് ദൈവരാജ്യത്തിൻ്റെ മക്കളുടെ മനസ്സ് എന്ന സത്യം ഓർക്കുക. ഈശോ നടന്നു നീങ്ങിയ രാജത്വത്തിൻ്റെ വഴികളെ അനുകരിക്കാൻ നമുക്കും പരിശ്രമിക്കേണ്ടതുണ്ട്. അതാണ് അവസാനത്തെ സന്ദേശം ഈ രാജ്യത്വം തരുന്ന. രാജാവായ ക്രിസ്തു എങ്ങനെ രാജാവായി? എളിമയിലൂടെ ഭൂമിയോളം താഴ്ന്ന് കുരിശിൽ പിടഞ്ഞ് അവൻ രാജാവായി. എങ്കിൽ രാജത്വത്തിൻ്റെ പാത വിനയത്തിൻ്റെയും എളിമയുടെയും അവരനെ വിജയിക്കാൻ അനുവദിക്കുന്നതിൻ്റെയും പാതയാണ് എന്ന സത്യം നമുക്ക് മനസ്സിലാക്കാം. രാജത്വ തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രിയമുള്ളവരെ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഈശോയെ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങൻ്റെ രാജാവായി വാഴേണമേ.